സ്വാഗതം. അപ്പോൾ നമ്മൾ പേടിച്ച് തൂറാനുള്ള എപ്പിസോഡാണിത്. എന്താണെന്ന് വെച്ചാൽ ഗ്രാനി 3 കളിച്ച് എല്ലാവരും പേടിക്കാറുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ചിലവർക്ക് ഒരു ത്രില്ലായിട്ടാണ് ഗ്രാനി കളിച്ച് കണ്ടിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊരു എന്തൊക്കെയോ ഒരു കാര്യമൊക്കെ ആയിരിക്കും. നമുക്ക് ഗ്രാനിനെ മാത്രം വെച്ച് കളിക്കാം. ഗ്രാൻഡ് വേണ്ട, സെൻട്രലീന വേണ്ട. ഒരു ശല്യമാണ്. സെൻട്രലീന എന്ന് പറഞ്ഞാൽ ശല്യ സാധനമാണ്, അതുകൊണ്ട് അത് വേണ്ട. ഗ്രാൻഡ് പേനും വേണ്ട, തോക്ക് വെച്ച് വെടിക്കാനുള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാൻഡ് പേൻ എടുക്കുന്നില്ല. നമുക്ക് ഗ്രാനി മാത്രം മതി. നമ്മുടെ ഫ്രണ്ടാണ്, ഇതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാനിനെ മാത്രമേ എടുക്കണുള്ളൂ. നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. കളി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാൻ. അപ്പം നമുക്ക് കളിയിലേക്ക് കിടക്കാം. ഇന്ന് പേടിച്ച് തൂറുണ്ട് ഗൈസ്. നമുക്ക് പേടിച്ച് തൂറി ചാകാനുള്ള ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കളിച്ച് നോക്കാം. നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം, എന്നോടൊരു ആൾ കമൻറ്റ് ചെയ്തു, അതെൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ് നമ്മൾ കളിക്കും, അതുറപ്പാണ് ഗൈസ്. നമ്മൾ കളിക്കും. അപ്പോൾ നമ്മൾ ഗ്രാനിയുടെ വീടിൻ്റെ മുമ്പിൽ ഗേറ്റ് ഇവിടെ പോട്ടാ, മര്യാദയ്ക്ക് നിന്നോളാം. ഇവിടെ ഒന്നും കയറിയിട്ട് ഉണ്ടാക്കിയേക്കല്ലോ ഒന്നും. നമ്മൾ അറിയാണ്ട് ആരോ അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു ശല്യം പോലത്തെ എന്തോ സാധനം ഉണ്ട് അവിടെ. നമുക്കറിയാൻ പാടില്ല ഗേറ്റ്. നമ്മളിതൊക്കെ കുറേ കണ്ടിട്ടുള്ള. ഇനി നമ്മളെ ഗ്രാൻഡ് പോ വന്ന് വെടിക്കൂട്ടും. നമ്മൾ വീടിൻ്റെ അവിടെ കയറാൻ പോകുമ്പോൾ നമ്മൾ ഗ്രാൻഡ് പോ വന്ന് പുറകിൽ നിന്ന് വെടിക്കും. അതൊക്കെ നമ്മൾ എത്ര വട്ടം കളിച്ചിട്ടുള്ള ഗെയിമാണ് അറിയാം. പക്ഷെ നമ്മളിത് അരച്ച് കലക്കി കുടിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ മാത്രം അതിശയിക്കാനുള്ളൂ, വേറൊരു കാര്യമില്ല. അയ്യോ വഴിയൊക്കെ പോട്ടെ. നമുക്ക് ആ മുതലക്കുളത്തിൽ നിന്ന് അപ്പുറത്തെടുത്ത് ആടിയാൽ പോരെ. മുതലക്കുളത്തിൽ ഇറങ്ങിയ ഒരു റെഡ് മുതല ഒന്ന് തിന്ന് കുടിച്ച് കളയും. നമുക്ക് ഇതിനെ ലാസ്റ്റ് എന്നാ സംഭവിക്കണമെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഗ്രാൻഡ് പേ പുറകിൽ നിന്നൊന്ന് ചോദിക്കൂട്ടോ. ഹേയ്, ഇത് വിളിക്കണു. എന്താ? അസ്സലാമു അലൈക്കും ചേട്ടായി. ഇപ്പോൾ പറഞ്ഞു തരണം നിനക്ക് അതിൻ്റെ ഉത്തരം. ഗൈസ്, നമുക്ക് കിട്ടി. നല്ല അടി കിട്ടിയിട്ടുണ്ട്, നല്ല വെടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ എത്തട്ടെ. അപ്പോൾ നമ്മൾ ഡേ 1 ആണ് നമുക്ക് ഡേ 1 ജയിക്കാൻ പറ്റില്ല. നമ്മൾ ചാകാൻ വേണ്ടിയാണ് ആദ്യമേ ഒരുങ്ങിയിട്ടുള്ളത്. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? വീണ്ടും കൂട്ടി തന്നെ വരും, അത് ഉറപ്പാണ്. നമ്മളിപ്പോൾ ഇടപെട്ട കുഞ്ഞിട പൊട്ട കുനി അതെടുക്കാൻ പറ്റില്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ നീ ചത്തുപോടെ. കുനി എടുത്തോ. നമ്മളങ്ങനെ സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് ഓർക്കാം. ഇപ്പോൾ ആരെങ്കിലും വന്ന് തലക്കടിച്ച് വീഴ്ത്തൂട്ടോ, അത് ഉറപ്പാണ്. നമുക്ക് ഇച്ചിരി നെട്ടലൊക്കെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാൻഡ് പേ വരുന്നത് മ്യൂസിക് ഉണ്ടാകുമ്പോഴാണ്. നമ്മളിപ്പം മ്യൂസിക്കൊന്നും ഓണാക്കാണ്ട് നിശബ്ദമായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ശബ്ദമൊന്നും കേൾപ്പിക്കാത്തത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ശബ്ദമൊന്നും നിങ്ങളെ കേൾപ്പിക്കാത്തത്. അപ്പോൾ നമ്മൾ ഗേറ്റ് തുറന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഗേറ്റിലായിട്ടുണ്ടോ. നമുക്ക് പിന്നെ നോക്കാം, രണ്ടാമത്തെ പാർട്ട് നമ്മൾ പാർട്ടായിട്ട് ഇറക്കണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. നമ്മൾ പാർട്ടായിട്ട് ഇറക്കുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത ഏത് ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു കമൻറ്റിൽ പാർട്ടായിട്ട് ഇറക്കണോ അതോ ഒരു വേറെ ഗെയിം കയറ്റണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഒരെണ്ണേ പറയാവുള്ളൂ, പാർട്ട് ഇറക്കണോ അതോ കളിക്കണോ. അതുപോലെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മൾ വരും. നമ്മളപ്പോൾ ഡോറ് തുറക്കാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പോവില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. ഗ്രാനി വന്ന് കൊന്ന്. എന്തിൻ്റെ കേടായിരുന്നോ എന്തോ, ചുമ്മാ പോയി ഗ്രാനിയുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച് കൂത്തി. ഡേ 2 ആട്ടെ ഗൈസ്. ഡേ 2 എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡേ 2 കയറി കളിച്ച് നോക്കാം. നമുക്ക് അതൊന്ന് നോക്കണം ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗേറ്റ് വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഇതിൽ തന്നെ വീണ്ടും വന്ന് കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് ഇത്ര പ്രത്യേകത എന്നൊന്നും നമുക്കറിയാം. വളർത്തുകൊണ്ട് തന്നെ നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. നമ്മൾ കളിച്ചിട്ട് നമ്മൾ ചാകാനുള്ള എപ്പിസോഡാണ്. പേടിച്ച് തൂറാണ്ടിരിക്കുന്നവർ മാത്രം ഇത് കണ്ടാൽ മതി എന്ന് ഞാൻ പറയില്ല. കാണുന്നവർക്കൊക്കെ കാണാം, അത്രക്കുള്ളൂ. നമ്മളൊക്കെ അത്രേ ഉള്ളൂ. അതൊന്നും വേറെ കാര്യം. അതൊക്കെ വേറെ കാര്യം. തുറക്കടാവേ, ആരെങ്കിലും വരും ഗൈസ്. ഇപ്പോൾ നമുക്കറിയാൻ പാടില്ല കേട്ടോ. ഗ്രാനി വന്നാൽ കൊന്നു കളയും, അത് ഉറപ്പാണ്. ഗ്രാനിയൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയത് മാത്രം നന്നായി. അസ്സലാമു അലൈക്കും. ഈ കുടലിനെയൊക്കെ എടുത്ത് കൂട്ടിയിട്ട് അടച്ചു വെച്ചാണ് എന്തിനാണ് ഗൈസ്. ഇപ്പോൾ ഗ്രാനി വരുമോ കേട്ടോ ഗൈസ്.
എനിക്ക് പേടിയുണ്ട് കേട്ടോ ഇത് കളിക്കാൻ. എനിക്ക് പേടിയായിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തന്നെന്ന് കരുതിയിട്ട് മാത്രം ഞാനിന്നത് ട്രെയിലാക്കുന്നതാണ്. അയ്യോ ഓർഡറാ, പെട്ടെന്ന് ഓർഡറാ. ഇവനക്ക് സ്പീഡില്ല കേട്ടോ ഗൈസ്, അതാണ് പ്രശ്നം. നമ്മളങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? ആരിലും ഉണ്ടോ? ഇല്ല. ഓടി. നമ്മളെ പുറകിൽ ഗ്രാനി വരും. ഓടിക്കോ. ഓട്. പെട്ടെന്നോട്. അവൾ കണ്ടിട്ടില്ല, നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അയ്യോ ഗ്രാനി, ഒളിക്കാൻ പറ്റുമോ? കണ്ടോ? അയ്യോ തള്ളച്ചി കണ്ടു. അമ്മേ കൊല്ലല്ലേ തള്ളേ, ഈ പടിത്തള്ള നമ്മളെ കൊന്നു. ഒന്നും പറയില്ല, സീന്ന് പറഞ്ഞാൽ സീന്. ആട് വന്നേക്കോട്ടെ ഗൈസ്. നമ്മൾ ഇടവഴി കയറിയിട്ട് ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. ഗ്രാനീനെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഗൈസ് ക്ലിയർനെസ് ഇല്ലെങ്കിൽ ക്ഷമിക്കണം, പ്രശ്നമില്ല. അത് നമുക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷേ അത് ക്ലിയർനെസ് ഇല്ലാത്ത എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, അത് പൊക്കോളും. ഗ്രാനി പോകുന്നുണ്ട് ഗൈസ്. അവിടെ ഗ്രാനി പോയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് നോക്കട്ടെ. അവിടെ ഇല്ലാട്ടോ ഗ്രാനി ഇല്ലാട്ടോ. അവിടെ ഗ്രാനിയിലൊരു കുന്ത്രാണ്ടും ഇല്ല ഗൈസ്. ക്ലിയർനെസ് ഇല്ല കേട്ടോ. അതെന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്കിവിടെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ പാടില്ല. എനിക്കിവിടെ കാണുമ്പോൾ ഒരു ക്ലിയർനെസ് ഇല്ലാണ്ടാണ് കിട്ടുന്നത്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു വിചിത്രമായ രീതിയിലൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണേ. നിങ്ങൾക്ക് അവിടെ കിട്ടുമ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ വിഷമിക്കണ്ട, നമുക്ക് അതൊക്കെ അടുത്ത ഗെയിമിൽ ഒപ്പിച്ചെടുക്കാം. നമുക്ക് ക്ലിയർനെസ് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ ഗൈസ്. ഇതെന്താണെന്ന് അറിയാൻ പാടില്ല, ഇങ്ങനെയൊരു പ്രശ്നം വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. ഗ്രാനി ഉണ്ടോ? അറിയാൻ പാടില്ല. ഗ്രാനി ഉണ്ട്. അയ്യോ പോയി. ഈ തള്ള കൊന്നു, നമ്മളെ വീണ്ടും കൊന്നു ഗൈസ്. നമ്മളെ വീണ്ടും കൊന്നു. നമ്മൾ 3 ഡേ ആയി. 3 ഡേ 4th ഡേയോ 4 ആണോ? അതെ 4 ഡേ ആണ് ഗൈസ്. 5 ഡേ എന്ന് പറഞ്ഞ് അത് നമ്മുടെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞൊരു സാധനമാണ് 5th ഡേ. ഇതെന്താണെന്ന് അറിയാൻ പാടില്ല ഗൈസ്. ക്ലിയർനെസ് ഇല്ലാത്ത രീതിയിൽ വന്നേക്കണെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അതുപോലെ തോന്നുന്നുണ്ടാവും, അതായിരിക്കും സാധ്യത. എനിക്കിവിടെ ക്ലിയർനെസ് ഇല്ലാത്തോ. ക്ലിയർനെസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കണ്ട് തീരുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഒരു സീൻ എൻഡിങ് ആയിരിക്കും. നമ്മൾ താഴത്തേക്ക് പോട്ടെ ഗൈസ്, നമുക്ക് താഴെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ക്ലിയർനെസ് ഇല്ല കേട്ടോ ഗൈസ്. ഇത് എന്താണെന്ന് അറിയുമ്പോൾ ഒരു പ്രശ്നമാണിത്, ക്ലിയർനെസ് ഇല്ലാതെന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിയർനെസ് തോന്നിക്കുന്നുണ്ടാവും. അതെനിക്കൊരു നിങ്ങൾക്ക് പ്രശ്നമാവും. പക്ഷേ ഇത് ഫുള്ളും കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് സീനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾക്കൊരു വുഡ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? നമുക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കണം ഗൈസ്. ഗ്രാനി വല്ലതും വണ്ടി പണിയാവും. ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. ആരെങ്കിലും വന്നാൽ പണിയാവും. ആരും വന്നില്ല. ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മുകളിലേക്കൊന്ന് കയറി പോയിട്ട് വരാം ഗൈസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നമ്മളങ്ങനത്തെ ആളല്ല. നമ്മൾ കൊല്ലണമെങ്കിൽ കൊന്നോളും. നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് നമ്മൾ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് കളിച്ചാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ, പ്രശ്നമില്ല. നമ്മളെ കൊല്ലുവാണെങ്കിൽ കൊന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ചേച്ചി ഞങ്ങൾ ഇവിടെ വാലടച്ചെന്നോളാം, നിങ്ങൾ വരണ്ട. നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടി കയറി വാലടച്ചിട്ടുണ്ട്. ഇനി കയറി വന്ന് കൊല്ലുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഗൈസ്. കയറി വന്ന് കൊല്ലാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഓഫ് ക്യാമറയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കളിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വാതിൽ തുറന്നു വെച്ചിട്ട് അവിടെ ഇരുന്നു കുറച്ച് നേരം. അപ്പോൾ ഗ്രാനി കയറി വന്ന് തലകെട്ടടിച്ച് തോന്നു കേട്ടോ ഗൈസ്. അത് ഭയങ്കര ഒരു സീനായതുകൊണ്ട് തന്നെ ഞാൻ ഗ്രാൻഡ് പേനെയും ഗ്രാനീനെയും സെൻട്രലീനെയും എല്ലാം എടുത്തിട്ട് ഞാൻ ഒരു കളി അങ്ങോട്ട് വെച്ചു. കളി വെച്ചതും തോക്കെല്ലാം മേടിച്ചിട്ട് അവരെല്ലാം വെടി വെച്ച് കൊന്നു കളഞ്ഞു കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ ട്രെയിൻ എസ്കേപ്പ് നടത്തിയായിരുന്നു. അത് ഞാൻ ഓഫ് ക്യാമറ കളിച്ചുകൊണ്ട് തന്നെ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ചത്തു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ക്ലിയർനെസ് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം നല്ലോണം ക്ലിയർനെസ് വന്നിട്ടുണ്ട്. എന്നാ അറിയാൻ പാടില്ല,
കുറച്ച് നേരം പോവും, കുറച്ച് നേരം വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് ഇച്ചിരി കഴിയുമ്പോൾ മാറിക്കോളൂന്ന്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതലായിട്ട് വീഡിയോ ഫുള്ള് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നില്ല, നിങ്ങൾ ഫുൾ കാണുക. നമ്മുടെ ആരെങ്കിലും വേണ്ടോ എന്ന് അറിയാൻ പാടില്ലാത്ത ഗൈസ്. ആരെങ്കിലും വന്നാൽ പെണ്ണിയാവും. നമ്മൾ ഓടട്ടെ, പുറത്തേക്ക് ഇറങ്ങി ഓടാട്ടെ ഗൈസ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാം. എന്നാൽ നമ്മൾ പുറത്ത് ഈ വഴിയാണ് ഓടാൻ പോണത്. നമുക്ക് കണ്ണും കാണാൻ പാടില്ല. നമുക്കിവിടെ ഇപ്പം നമുക്ക് കണ്ണ് കാണാൻ പാടില്ല. അതോ മുലക്കുളത്തി ചടി അമ്മ കടിച്ച് ഗൈസ്, കടിച്ച് മുലക്കുളത്തി ചടിയപ്പോൾ അറിയാണ്ട് കയറി കടിച്ചു. നമ്മളെങ്ങനെയൊക്കെ പുറത്തെത്തിച്ചാണ്. പക്ഷേ നമ്മളെ മുലക്കുളത്തി കയറി ഇത് ലാസ്റ്റ് ഫൈനൽ ഡേ. അയ്യോ ഇതാ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാണ്ട് 5 ഡേ എന്ന് പറഞ്ഞ് വന്നേ. എന്നാ അറിയാൻ പാടില്ല, നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ഇത് നമ്മുടെ ചോരയൊക്കെ സൈഡിൽ പറ്റിയിരിക്കണം കേട്ടോ. ലാസ്റ്റ് ഡേ ആണ്. ഈ ഡേ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ട് കൊല്ലും. ഒന്നേ മുതല അല്ലെങ്കിൽ കാറ്, ഇത് രണ്ടിലും വെച്ചാണ് നമ്മളെ കൊല്ലാൻ പോണേ ഗൈസ്. ആരെങ്കിലും ഉണ്ടോ? നമ്മൾ അറിയാണ്ട് പറ്റിപ്പോയാട്ടോ. സോറി. താങ്ക് യു, വെൽക്കം, താങ്ക് യു. അപ്പം താങ്ക് യു, അത്രേ ഉള്ളൂ. നമുക്ക് അയ്യോ ഓട്. നമ്മൾ ഈ സ്ഥലത്തേക്കൂടെ ഓട്. ഗ്രാനി കണ്ട്. അയ്യോ വേറെ സ്ഥലത്ത് വഴിയില്ല, നമുക്കിവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. കിട്ടി അടി അല്ലോ നമ്മളെ കൊന്നു ഗൈസ് ഗ്രാനി. അപ്പോൾ ലാസ്റ്റ് ഫൈനലിൽ ഇത്രയുള്ള വീഡിയോ. ഇനി എന്ത് ചെയ്യാനൊക്കെ നീ നമ്മളെ കാറിൻ്റെ ഉള്ളിൽ ഇട്ട് കത്തിക്കാൻ പോകണമെന്നു. നമ്മളെ കാറിനുള്ളിൽ ഇത് ഗ്രാൻഡ് പേക്കെ നോക്കണ്ട കേട്ടോ. ഇത് ബോംബോ. അയ്യോ പ്ലീസ് കൊല്ലല്ലോ. അയ്യോ പ്ലീസ് വേണ്ട. അയ്യോ എടാ കള്ള, നീയൊക്കെ കൂടി എന്നെ കൊല്ലാനുള്ള പുറപ്പാടായിരുന്നില്ലടാ. ഇത് കണ്ണാടി ഗൈസ്, കണ്ണാടി വെച്ചേക്കണു. നിന്നെയൊക്കെ അടുത്ത വട്ടം ഞാൻ വരുമ്പോൾ കൊന്നുകളി. ഇവിടെ ഗ്രാൻഡ് പേ കൊന്നുകളി നിന്നെയൊക്കെ കൊന്നു കളഞ്ഞ് ഞാൻ ദയിപ്പിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ടാറ്റാ.